മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചത് നെഞ്ചിനേറ്റ ഗുരുതര പരിക്ക് മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആനക്കൊമ്പ് നെഞ്ചിനകത്ത് കുത്തിക്കയറി വാരിയെല്ലുകൾ തകർന്നുവെന്നും റിപ്പോർട്ട്. വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ബിജെപിയും കോൺഗ്രസും DF ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഹർത്താൽ പ്രദേശത്ത് പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നിതിൻ തോമസ് ചേരുന്നു. നിതിൻ, ഹർത്താൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഈ യുവാവിന്റെ ശവസംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? മോത്തി, CPM പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താൽ 2 മണി വരെയാണ് മുണ്ടൂർ പ്രദേശത്തുള്ളത്. അതിനോടൊപ്പം തന്നെ UDFും അതുപോലെ തന്നെ BJPയും ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു. അത് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. BJP DF ഓഫീസിലേക്കും അതുപോലെ തന്നെ കോൺഗ്രസ് മുണ്ടൂർ ഓഫീസിലേക്കുമായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയത്. അത് അവസാനിച്ചിട്ടുണ്ട്. CPMന്റെ ഹർത്താൽ അവർ പ്രഖ്യാപിച്ചിരുന്നത് ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. 2 മണിയോട് കൂടിയിട്ടായിരിക്കും ഹർത്താൽ പൂർണ്ണമാവുക. അതുപോലെ തന്നെ ഈ മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച അലൻ്റെ ഒരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ആനയുടെ കൊമ്പ് നെഞ്ചിനകത്ത് കുത്തിക്കയറി വാരിയെല്ലുകൾ തകർന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ആന്തരിക രക്തസ്രാവം മൂലമാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇത്തരത്തിൽ പാലക്കാട് മുണ്ടൂർ ഉണ്ടായത്. മോത്തി, ഈ വിവിധ പാർട്ടി പ്രവർത്തകർ DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായിരുന്നു. പല വിധത്തിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു. അധികം അക്രമാസക്തമായി പോയില്ലെങ്കിലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് കണ്ടത്. ഈ കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണെങ്കിലും അതുപോലെ തന്നെ CPMൻ്റെ ആണെങ്കിലും മറിച്ച് BJPയുടെ ആണെങ്കിലും BJP DF ഓഫീസിലേക്ക് തള്ളിക്കയറാനൊക്കെ ശ്രമിച്ചിരുന്നു. എന്നിരുന്നാലും അതിശക്തമായ ഒരു പ്രതിഷേധം അവർ മുന്നോട്ട് വെച്ചു. ഈ CPMൻ്റെ പ്രതിഷേധം നമ്മൾ രാവിലെ കണ്ടു. ആ ഒരു മുണ്ടൂർ പ്രദേശത്തു നിന്നും തുടങ്ങി ആ ആക്രമണം നടന്ന ഏരിയ വരെ അവർ പ്രതിഷേധ മാർച്ചായിട്ട് നടത്തുകയായിരുന്നു. കോൺഗ്രസ് ഈ മുണ്ടൂർ ഫോറസ്റ്റ് സെക്ഷൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ ഒരു പ്രതിഷേധ ധർണയും കാര്യങ്ങളും നടത്തുകയും ചെയ്തു. മോത്തി, ശരി.